ഹലോ, എന്നാണ്ട് വിശേഷമൊക്കെ? ഇന്ന് ഞാൻ പോകുന്നത് ബ്രിസ്റ്റോളിലേക്കാണ്. വെസ്റ്റേൺ സൂപ്പർമാർക്കറ്റ് ടു ബ്രിസ്റ്റോൾ. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഗ്രീനായിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നാടാണ്. നാട്ടിൽ പണ്ട് ഞങ്ങൾ കണ്ടെത്തി കളിക്കുന്നതും അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഇച്ചാച്ചി, ഞങ്ങളുടെ വല്യപ്പച്ചൻ പശുവിനെ തീറ്റം കൊണ്ട് പോകുന്നതും ചാച്ചിയുടെ അടുത്തിരുന്ന് നമ്മളിങ്ങനെ ഓരോ കളികൾ കളിക്കുന്നതും ഒരു ഓർമ്മയാണ് പെട്ടെന്ന് എനിക്ക്. ഇതൊക്കെ കാണുമ്പോൾ ഇത് പാടമൊന്നുമല്ല, കണ്ടൊന്നുമല്ല, പക്ഷെ എന്നാലും പച്ച നിറഞ്ഞ നല്ലൊരു പ്രകൃതി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ ഓർമ്മകൾ വരുമല്ലേ. നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ആദ്യം ഫുഡും മക്കളെ, അത് കഴിഞ്ഞേ ഉള്ളൂ വേറെന്തും. നല്ല ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ട്സൊക്കെ കഴിച്ച്, ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ഡെസേർട്ട്സൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അക്വേറിയം കാണാൻ പോയി. അക്വേറിയം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് മീൻ, എങ്ങനെ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഭയങ്കര ഒരു അനുഭവമാണ്. ആ പോകുന്നത് ഷാർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിവേ, ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ വേ അത് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു രീതി തന്നെ വളരെ രസമാണ്. ഒരു ഷിപ്പിനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രതീതിയിലാണ് അവരൊരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് വി ആർ ഇൻ ദ സീ. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ 3-4 കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൻ മീനിനെ കണ്ടോ, വിത്ത് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, പേർപ്പിൾ ആൻഡ് യെല്ലോ. ഭയങ്കര രസമല്ലേ കാണാൻ. ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഈ പാർട്ടി, ഇവനിങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എന്ത് രസമല്ലേ കാണാൻ. സോ അവൻ്റെയും ഞാൻ പോയി നിന്നെടുത്തു. ചെറിയ സ്റ്റിൽ ഫോട്ടോ എടുത്താണ്. പിന്നെയും കുറച്ച് ഷാർക്കാണെന്നാണ് എൻ്റെ വിചാരം. ഹായ്, എന്നാണേലും കൊള്ളാം. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ. ഒരു കമ്പ് പുറകോട്ട് നിൽക്കുന്നവൻ, അവൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. പുള്ളിയാണ് അവിടെ ബഹളമൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു ഓളം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടി. പുള്ളി മേളിലോട്ട് കയറി വരും, താഴോട്ട് പോകും, എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചൊക്കെ കാണിച്ചിട്ട് പുള്ളി പോകും. ഈ പാർട്ടി കാണാൻ നല്ല രസമല്ലേ. നല്ല യെല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, നല്ല ഭംഗി. പിന്നെ ഇതൊരു എക്കോസിസ്റ്റം പോലെ, അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, നമ്മുടെ ഒരു ആമസോൺ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ആൻഡ് വി ക്യാൻ സീ വാട്ടർഫോൾസ് ആൻഡ് എവറി സ്മോൾ വാട്ടർഫോൾസ് ഹിയർ ആൻഡ് ദെയർ. നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ. അങ്ങനെ ഞാൻ നടന്ന് പോവുകയാണ് ഗായ്സ്.